നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നിങ്ങളെ ഞാൻ പുതിയൊരു ബ്രൗസർ പരിചയപ്പെടുത്താൻ പോവാണ്. സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വന്നിരുന്ന ക്രോം, ബ്രേവ് അല്ലെങ്കിൽ സഫാരി എന്നീ 3 ബ്രൗസറുകളെയും കടത്തിവെട്ടിയ ഒരു കിഡിലൻ ബ്രൗസറാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ ഒരു ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വളരെയധികം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഈ ഒരു ബ്രൗസർ നിങ്ങൾക്ക് നിലവിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇൻവൈറ്റ് ബേസിസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുമാത്രമല്ല, മാക് ഓഎസിൽ മാത്രമേ കറൻ്റ്ലി ആർക്ക് ബ്രൗസർ സപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. വിൻഡോസിലും താമസിയാതെ സപ്പോർട്ട് വരുന്നുണ്ട്. ഞാനിത് വളരെ യാദൃശികമായിട്ട് കണ്ട ഒരു ബ്രൗസറാണ് കേട്ടോ. ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നിന്ന് എനിക്ക് അറിയാൻ മേലാത്ത ഒരാളെ കൊണ്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്താണ് ഇതിൽ കയറിയത്. അപ്പോൾ നമുക്ക് ബ്രൗസറിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ആർക്ക് ബ്രൗസർ. ഇതാണ് അതിൻ്റെ ഒരു ലേഔട്ട് വരുന്നത്. നമ്മൾ പതിവായിട്ട് കണ്ടുവന്നിട്ടുള്ള ബ്രൗസറുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് ഈ ഒരു ബ്രൗസറിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊന്ന് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തിരിച്ചുപോക്ക് ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ ബ്രൗസറിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ URL ഒക്കെ എൻ്റർ ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഇൻഫോ ബട്ടൺ കാണാം. അവിടെ നിങ്ങൾക്ക് സെർച്ച് സെറ്റിംഗ്സ് മാറ്റിയിട്ട് ഗൂഗിൾ വേണോ അല്ലെങ്കിൽ ഏത് സെർച്ച് എഞ്ചിനാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്നൊക്കെ ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രൗസറിനെ വേറിട്ട് നിർത്തുന്നത് ഈ ഒരു ടാസ്ക് ബാർ, ഈ സൈഡിലത്തെ ഒരു ബാറാണെന്നുള്ള കാര്യം കൂടെ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്, കുറേ വിഡ്ജറ്റ്സ് കാണാം. അപ്പോൾ അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യുന്ന കുറച്ച് വെബ്സൈറ്റുകൾ അവിടെ ബുക്ക് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വിൻഡോ ഓപ്പൺ ചെയ്യാതെ തന്നെ കാണാനായിട്ട് സാധിക്കും. അതായത് സൈഡിൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് പോലെ വരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഞാൻ ട്വിറ്റർ ഓപ്പൺ ചെയ്തു. നമ്മൾ നോർമലി ബ്രൗസറുകളിൽ കാണുന്ന മുകളിൽ ഇങ്ങനെ കുറേ ടാബ് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്ന പോലെയല്ലേ. എന്നാൽ ഇതിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ട്വിറ്റർ ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഞാൻ യൂട്യൂബും കൂടെ ഓപ്പൺ ചെയ്യാണെന്ന് വിചാരിക്കാം. മുകളിൽ ടാബായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും കിടക്കുന്നില്ല. നമ്മൾ തിരിച്ച് ഈ ഒരു ട്വിറ്ററിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ആ പ്രീവിയസ് വിൻഡോയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമും കലണ്ടറും എല്ലാം ഓപ്പൺ ചെയ്ത് വെക്കാം. ഇതുപോലെ സെലക്ഷൻ ടാബ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ആ ടാബിലോട്ട് പോകും. അതുപോലെ തന്നെ താഴെ കുറേ ടാബുകളുണ്ട്. ഇതും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകളെല്ലാം ഞാനിവിടെ ബുക്ക് മാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ എൻ്റെ പണി പെട്ടെന്ന് നടക്കാൻ വേണ്ടി നമുക്കിപ്പം നോർമൽ ബ്രൗസറിലും ഇതുപോലെയൊക്കെ ചെയ്തിടാം. പക്ഷേ ഈ ഒരു ലേഔട്ടും ഈ ഒരു അറേഞ്ച്മെൻറ്റും പറ്റത്തില്ല എന്നുള്ളതാണ് അതിലെ വ്യത്യാസം. അപ്പം ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞൊരു ടാബാണ്. ഇനി ഇതുകൂടാതെ ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്പേസ് സെറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ടേക്കാണല്ലോ ഇവിടെ. ഇതുപോലെ എനിക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഈ വർക്ക് സ്പേസ് വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ വെബ്സൈറ്റുകളും അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ പേഴ്സണൽ സൈഡിലേക്ക് പോകുമ്പം ഇതുണ്ടോ, അതിൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. നെറ്റ്ഫ്ലിക്സും അതിൻ്റെ പേഴ്സണൽ ഇമെയിലും അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് സ്പേസസ് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടുകാരായിട്ടോ ഷെയർ ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പല പ്രൊഫൈൽസ് ഇതിൽ സെറ്റ് ചെയ്യാം, പല ആൾക്കാരുടെ പേരിൽ. പിന്നെ അതുകൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു കളർ ലേഔട്ടൊക്കെയാണ് കേട്ടോ. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളോട് ചോദിക്കും ഏത് കളർ ലേഔട്ടാണ് വേണ്ടത്, ഡാർക്ക് വേണോ വൈറ്റ് വേണോ. അതല്ല, നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ പിക്ക് ചെയ്യാം. അതുമാത്രമല്ല നിങ്ങൾക്ക് അത് കസ്റ്റമൈസിങ് ചെയ്യാം, അതിൻ്റെ ലെവൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൗസർ കൂടിയാണിത്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ Command+1 അടിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ബുക്ക് മാർക്കിലേക്ക് പോകും. അതുപോലെ 2, 3, 4 അങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. 5, 6 അങ്ങനെ നമ്പർ വെച്ചും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. പെട്ടെന്ന് ഏതെങ്കിലും സൈഡിലോട്ട് ആക്സസ് ചെയ്യണം, ടാബിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട്സ് വെച്ച് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതുകൂടാതെ ഇതിൽ വന്നേക്കുന്ന മറ്റൊരു മികച്ച ഫീച്ചർ എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇവിടെ നമ്മൾ താഴെ ന്യൂ ടാബ് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു സെർച്ച് URL ആണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു UIയിലാണ് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പം നമ്മളൊരു വെബ്സൈറ്റിലേക്ക് പോയി, നമ്മൾ നോർമലി URL കോപ്പി ചെയ്യുന്ന പോലെ തന്നെ നമുക്കിവിടെ കോപ്പി ചെയ്യാം. അതല്ലാതെ ഇവിടെ ഒരു സ്ക്രീൻ ക്യാപ്ചർ ഒരു പോർഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം എവിടെ എന്താണ് വേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ നമ്മുടെ ബ്രാൻഡിൻ്റെ ലോഗോ ഒന്ന് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സേവ് ടു ലൈബ്രറി, ഇമേജ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, iMessage വഴി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ്, റീടേക്ക്, പിന്നെ ന്യൂ ഈസെൽ എന്ന് പറഞ്ഞൊരു സാധനം കാണാം. ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ബ്രൗസറിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ ഞാൻ ന്യൂ ഈസൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ആ ക്യാപ്ചർ ചെയ്ത ഇമേജ് ഇങ്ങനെ പോസ്റ്റ് ആയി കിടക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങളോ എഴുതണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് സൈഡിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഇത് കണ്ടോ, അതിനുശേഷം ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇപ്പോൾ മലയാളം ടെക് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഈസൽ കിടപ്പുണ്ട്, നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നൊക്കെ ഡാറ്റ ക്യാപ്ചർ ചെയ്തിടണം, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഇമെയിലൊക്കെ ആണെങ്കിൽ ഇത് കണ്ടോ, നിങ്ങൾക്ക് പേജ് ഓപ്പൺ ചെയ്യാതെ തന്നെ ഇങ്ങനെ നിങ്ങളുടെ മെയിൽസൊക്കെ പെട്ടെന്നൊന്ന് ഗ്ലാൻസ് പോലെ നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ ഏറ്റവും താഴേക്ക് വന്ന ഒരു പ്ലസ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു സ്പേസ് സെറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ
വർക്ക് സ്പേസ്, പേഴ്സണൽ സ്പേസ്, അതല്ലാതെ വേറൊരു സെപ്പറേറ്റ് സ്പേസ്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വേറൊരു സ്പേസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അതുകൂടാതെ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. മുമ്പേ പറഞ്ഞ പോലെ ഈസിൽ ക്രിയേറ്റ് ചെയ്യാം. നോട്ട്സിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട്. ഇത് കണ്ടോ, മുമ്പേ കണ്ട ആ ഒരു സെറ്റപ്പിൻ്റെ ചെറിയൊരു വ്യത്യസ്തമായ ഒരു വെർഷൻ. മറ്റേത് ഈസിൽ എന്ന് പറഞ്ഞാൽ ഡ്രോ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അതല്ലാതെ ഇങ്ങനെ ഷേപ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്പേസ്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ട്, ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് ഡൗൺലോഡ്സ് ആണ് ആക്ച്വലി. നമ്മളിവിടെ എന്തൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും, ആ ഫയൽസൊക്കെ ഇവിടെ കാണാം. അപ്പം ഇവിടെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഒരു ഇമേജ് ഇവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഈസലിലേക്ക് അത് ആഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഡൗൺലോഡ്സിലോ അല്ലെങ്കിൽ റീസെൻറ്റ് ഫയൽസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തിടാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ബ്രൗസറിനെ നല്ലൊരു ടൂളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഇതിങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് വ്യൂ എന്നുള്ള ഓപ്ഷൻ കാണാം. സ്പ്ലിറ്റ് വ്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജ് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മുമ്പേ ഈസിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടോ, ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനും അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബ്രൗസർ തന്നെയാണിത്. ബ്രേവ് ബ്രൗസർ അല്ലെങ്കിൽ ക്രോം ബ്രൗസർ പോലെ തന്നെ ക്രോമിയം ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ബേസ് ചെയ്ത് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ബ്രൗസറാണിത്. അപ്പോൾ ഞാൻ എന്തായാലും ആർക്ക് ബ്രൗസറിൽ വളരെ ഹാപ്പിയാണ്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വന്ന ഒരു ലേ ഔട്ടിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വൃത്തിയായിട്ടുള്ള ഒരു ലേ ഔട്ടിലേക്ക് മാറ്റാൻ ഈ ആർക്ക് ബ്രൗസറിന് സാധിച്ചു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡെവലപ്പേഴ്സിന് ഒരു അപ്ലോസ് അർഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും, ഇത്രയും നല്ല ഒരു വൃത്തിയുള്ള ബ്രൗസർ ഡിസൈൻ ചെയ്തതിന്. ഇത് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇത് കറൻറ്റ്ലി ഇൻവൈറ്റ് ബേസിസിലാണ്, മാക്ബുക്കിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. താമസിയാതെ തന്നെ വിൻഡോസിലും അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ എനിക്ക് 5 ഇൻവൈറ്റ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ മാക് യൂസേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഈ ബ്രൗസർ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ajith@malayalamtech.in എന്നുള്ള എൻ്റെ മെയിലിലേക്ക് ഒരു റിക്വസ്റ്റ് അയച്ചാൽ മതിയാവും. നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് ഷെയർ ചെയ്താൽ മതിയാവും. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം വരുന്ന 5 പേരൊക്കെ ആയിരിക്കും കേട്ടോ പ്രയോറിറ്റി. അതും കൂടെ ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ മികച്ച ടെക്നോളജി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലിങ്ങനെ ക്ലിക്ക് ചെയ്തോളം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.